തിരുവനന്തപുരം SMV സ്കൂൾ കവാടം ബാർ ഹോട്ടൽ നിർമ്മിക്കുന്നതിനായി മാറ്റി നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയത് മേയർ ബാർ ഉടമ അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് ആരോപിച്ച AVP നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. നഗരസഭയ്ക്ക് മുമ്പിൽ ഈ മാർച്ചിൽ നേതാക്കൾ സംസാരിക്കുകയാണ്. തത്സമയം ഈ കഴിഞ്ഞ ദിവസം മുതൽ ഈ സമരത്തിനൊപ്പം നിന്നുകൊണ്ട് ആ കുഴി മൂടിക്കുവാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച തിരുവനന്തപുരത്തെ എല്ലാ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകരെയും നെഞ്ചോട് ചേർത്ത് നേരിന്റെ പക്ഷത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ പറഞ്ഞത് മറക്കണ്ട മേയറെ, ഈ വിഷയത്തിൽ നിങ്ങൾ എത്ര രൂപ മേടിച്ചു എന്ന് കൃത്യമായി പറയുകയും ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നതുവരെയും AVP സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഇനി വരുന്ന ദിവസങ്ങൾ ഈ സമരാഗ്നിയിൽ നിങ്ങൾ രാജിവെക്കേണ്ടി വരും എന്ന ഉറച്ച പ്രഖ്യാപനത്തോടു കൂടിയിട്ട് ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം.
തിരുവനന്തപുരം മേയർക്കെതിരെ പ്രതിഷേധവുമായി ABP പ്രവർത്തകർ നഗരസഭയ്ക്ക് മുമ്പിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ പ്രവർത്തകരെ തടയാൻ നോക്കി. അതേ തുടർന്നുണ്ടായ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. 2 തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതേ തുടർന്ന് നഗരസഭയിലേക്ക് പ്രവർത്തകർ മതിലുചാടി കടന്നിരുന്നു. ABP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വർ പ്രസാദ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഈ SMV സ്കൂളിലെ ഈ പ്രശ്നം അത് ജനം TV ആണ് ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതേ തുടർന്ന് നഗരസഭയ്ക്ക് ഗത്യന്തരമില്ലാതെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. ഇതിൽ പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നഗരസഭ എത്തിയത് എന്നത് തീർച്ചയായും ആരായും അല്ലെങ്കിൽ ഈ കാര്യം ഉന്നയിച്ച പ്രതിഷേധങ്ങൾ കടുപ്പിക്കുമെന്ന് ABVP കഴിഞ്ഞ ദിവസം തന്നെ ജനം TVയോട് പറഞ്ഞിരുന്നതാണ്. ഇന്ന് നടന്നത് എന്തൊക്കെ? അതിശക്തമായ പ്രതിഷേധമാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ ABVP പ്രവർത്തകർ നടത്തിയത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ നഗരസഭയ്ക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ ഒന്നും തള്ളുമുണ്ടായി. അതോടൊപ്പം തന്നെ പ്രവർത്തകർ നഗരസഭ മതിൽ ചാടിക്കടന്നു. നഗരസഭ മതിൽ ചാടിക്കിടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. നിരവധി പ്രവർത്തകർക്ക് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റതാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായൊരു പ്രതിഷേധമാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക്. ABVP പ്രവർത്തകർ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് പ്രതിഷേധവുമായി എത്തിയത്. ആ പ്രതിഷേധക്കാരെ നഗരസഭാ കവാടത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും ചെയ്തു. തുടർന്ന് ആണ് പ്രവർത്തകർ ഏറെ നേരം ബാരിക്കേഡിന് മുന്നിൽ മുദ്രാവാക്യം പിടിച്ചിരുന്നു. അതിനുശേഷം 2 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ നഗരസഭാ ഗേറ്റ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത്. പ്രവർത്തകരെ വളരെ ക്രൂരമായി പോലീസ് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഉണ്ടായത്. ഈ തിരുവനന്തപുരത്തെ SMV സ്കൂളിന് മുന്നിലെ കവാടം അത് മദ്യരോഗികൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ABVPയുടെ മാർച്ച് ആരംഭിച്ചത്. വലിയ തോതിൽ ഈ നേരത്തെയും ABVP ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തിയിരുന്നു, പ്രക്ഷോഭം നടത്തിയിരുന്നു. തുടർന്നാണ് പാളയത്ത് നിന്നും ഒരു മാർച്ചിലേക്ക് എത്തിയത്. വളരെ ശക്തമായ ഒരു മാർച്ചായിരുന്നു. വളരെ പ്രതിഷേധമുണ്ടായിരുന്നു. 50ഓളം വരുന്ന പ്രവർത്തകരാണ് മാർച്ചിൽ അണിനിരുന്നത്.
നഗരസഭാ കവാടത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. അതിനുശേഷമാണ് പ്രതിഷേധക്കാർ നഗരസഭയുടെ മതിൽ ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പോലീസിന്റെ ലാത്തി ചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണുകയും ചെയ്യാം. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ നഗരസഭയ്ക്ക് മുന്നിൽ തന്നെ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. ഒരു ഭാഗത്ത് പോലീസും നിൽപ്പുണ്ട്, നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ശക്തമായ പ്രതിഷേധമാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ ABVPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. 2 തവണ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. അനു, മുമ്പിലെ ABVP മാർച്ച്. പ്രശാന്ത്, ഈ മേയർ ബാറുടമ അവിശുദ്ധ കൂട്ടുകെട്ട് എന്നാണ് ഈ പ്രതിഷേധ മാർച്ചിന് കാരണമായി ABVP ഉയർത്തിയ വിഷയം. ആ വിഷയത്തിന് ആധാരമായ സംഭവം കൂടി ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണെങ്കിൽ SMV സ്കൂള് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനമായ തമ്പാനൂരിൽ നിലകൊള്ളുന്ന SMV സ്കൂള് ചരിത്ര പ്രാധാന്യമുള്ള സ്കൂള്. അവിടുത്തെ പ്രധാന കവാടം ഒരു സുപ്രഭാതത്തിൽ മാറ്റുന്ന ഒരു കാഴ്ചയിലേക്കാണ് ജനം TV പ്രേക്ഷകരെ കൊണ്ടെത്തിച്ചത്. ജനം TVയിലാണ് ആ വാർത്ത ആദ്യം വന്നതും. ഇത് എന്തിനാണ് ആ കവാടം പൊളിച്ചു നീക്കിയത് എന്നതാണ് ഉയർന്ന ഒരു പ്രധാന ചോദ്യം. കാരണം തൊട്ടടുത്ത് ഒരു ബാർ ഹോട്ടൽ വരുന്നു. അതിൽ നിന്നും ദൂരപരിധി, ഈ സ്കൂളിൻ്റെ ഗേറ്റ് വരെയുള്ള ദൂരപരിധി കൃത്യമാക്കാൻ വേണ്ടിയിട്ട് ഈ സ്കൂൾ ഗേറ്റ് പൊളിച്ചു നീക്കുന്നു. അത് മാറ്റി സ്ഥാപിക്കാനുള്ള നഗരസഭയുടെ തീരുമാനം അത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം ഉയർന്നു കേട്ടതിനെ തുടർന്ന് ജനം TV ശബ്ദമുയർത്തിയതിനെ തുടർന്ന് പിന്നീട് അത് വിദ്യാർത്ഥി സംഘടനയായ ABVP ഏറ്റെടുക്കുകയും പ്രതിഷേധ രംഗത്തേക്ക് വരികയും ചെയ്തു. ഇതിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഗത്യന്തരമില്ലാതെ നഗരസഭയ്ക്ക് തീരുമാനം മാറ്റേണ്ടി വന്നു. അത് ഇന്നലെ നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നതാണ്. ഇത് മാറ്റി സ്ഥാപിക്കുന്ന പരിപാടി നിർത്തുകയും പഴയ കവാടം നിലനിർത്തുകയും ചെയ്യേണ്ടി വന്നു എന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഗേറ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനം അത് ദ്രുതഗതിയിൽ എടുത്തത് എന്നതും അറിയേണ്ടതുണ്ട്. അതിന് പിന്നിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നും അറിയേണ്ടതുണ്ട്. അവിടെയാണ് ABVP ഈ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. കാരണം മേയറും ഈ ബാറുടമയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഈ സ്കൂളിൻ്റെ ഗേറ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നഗരസഭയെ കൊണ്ടെത്തിച്ചത് എന്നതാണല്ലോ ABVP ഉയർത്തുന്ന ആരോപണം. പ്രശാന്ത്, തീർച്ചയായും അനു, അതായത് SMV സ്കൂളിന് തൊട്ട് മുമ്പ് നടന്നു പോകാമെങ്കിൽ റോഡ് മുറിച്ച് കടന്നാൽ 20 ദൂരം മാത്രമുള്ള SMV സ്കൂളിലെ ആ ഗേറ്റ് സ്കൂളിന് ബാറുമായി ഉള്ളത്. എന്നാൽ വിചിത്രമായ വാദം ഉന്നയിച്ചുകൊണ്ട്, അതായത് വാഹനം പോകുന്ന രീതിയിൽ കണക്കാക്കിക്കൊണ്ട് റോഡിന് മറുവശം സ്ഥിതി ചെയ്യുകയാണെന്നുള്ള കാരണത്താൽ 200 മീറ്റർ പരിധി നിശ്ചയിച്ചുകൊണ്ട് 200 മീറ്റർ പരിധി നഗരസഭ നിശ്ചയിക്കുന്നു. അതിനുശേഷവും ആ പരിധിയിൽ എത്താത്തത് കൊണ്ടാണ് ഈ ഗേറ്റ് പൊളിച്ചു മാറ്റാനുള്ള ഒരു നടപടിയിലേക്ക് നഗരസഭ ചെന്നെത്തുന്നത്. അതായത് ഈ റോഡിന് മറുവശത്തുള്ള ബാറിലെത്തുന്നതിന്റെ ഭാഗമായിട്ട് റോഡ് മുറിച്ചു കിടക്കാതെ അത് വാഹനം പോകുന്ന രീതിയിൽ യൂട്ടേൺ എടുത്ത് വരുന്നത്, MG റോഡ് യൂട്ടേൺ എടുത്ത് വരണം എന്ന രീതിയിലേക്കാണെങ്കിൽ അത് 200 മീറ്റർ ആകുമെന്നൊരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആണ് പിന്നീട് അനുമതി നൽകുന്നത്. അതിലേക്ക് എത്തുകയും പിന്നീട് ഈ ഗേറ്റ് പൊളിച്ച് പുതിയ ഗേറ്റ് പണിയുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇക്കാരണം ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ദിവസവും വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുകയും ചെയ്തു. പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ നഗരസഭയിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ മേയർ മദ്യലോബികളുമായി ബന്ധപ്പെട്ട് ഒത്താശ നടത്തിക്കൊണ്ട് അവരുടെ കയ്യിൽ പണം പിറ്റിക്കൊണ്ടാണ് ഇത്തരത്തിൽ നടപടിയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നത് എന്ന കാരണത്താലാണ് ഇപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി ABVP രംഗത്തെത്തിയത്. ശക്തമായ പ്രതിഷേധമാണ്. പാളയം സാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് പ്രതിഷേധം മുന്നിൽ പോലീസ്. പ്രതികരണം ലഭ്യമാക്കാൻ കഴിയുമോ പ്രശാന്ത്? അവിടെ ചില പ്രവർത്തകർക്ക് പരിക്കേറ്റത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നുണ്ട്. തത്സമയം ഇത് കാണിക്കുകയാണല്ലോ, നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകുമോ ഇപ്പോൾ? പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട്. ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായത്, നഗരസഭയ്ക്ക് മുന്നിലുണ്ടായത്. ഇതിൽ നഗരസഭ പാലിക്കുന്ന കുറ്റകരമായ മൗനം, അതേക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് പ്രശാന്ത്. പ്രതികരണം കിട്ടുമെങ്കിൽ അതിലേക്ക്.
ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് AVP നഗരത്തിൽ. നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുമ്പിൽ ഇത്തരത്തിൽ അനുവദിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ സർക്കാർ നയങ്ങൾക്ക് പോലും വിരുദ്ധമായ ഒരു സമീപനം ഈ നഗരസഭ സ്വീകരിച്ചിരിക്കുന്നു. അതും ഒരു വിചിത്രമായ സമീപനം. അതിനെതിരെയാണ് സമരം അല്ലേ? അതെ, ഇത്തരത്തില് സ്കൂളുകൾക്ക് മുന്നിലും നമുക്കറിയാം ഈ SFIയുടെയും DYFIയുടെയും എല്ലാം ഗുണ്ടകൾ ക്യാമ്പസുകൾക്കകത്ത് ലഹരി വിതരണം നടത്തുന്നു, മയക്കുമരുന്ന് കടത്തുന്നു. അതുപോലെ തന്നെ അത്തരത്തിലുള്ളവരുടെ പ്രവർത്തനം ഇപ്പോൾ നിലവിൽ സ്കൂളുകൾക്കകത്ത് വരെ നടത്തുന്ന മേയർ അടക്കമുള്ളവർക്കെതിരെയാണ് ABPയുടെ ഈ പ്രതിഷേധം. ഒരു വിദ്യാലയം, ഒരു സരസ്വതി വിദ്യാലയത്തിന് മുന്നിൽ ഒരു ബാറിന് വേണ്ടിയിട്ട് അവർ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന സമയത്ത് ക്യാമ്പസിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യമോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കോ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സമയമില്ലാത്ത ഈ LDF സർക്കാരിനും ഈ മേയർക്കെതിരെയാണ് ABPയുടെ പ്രതിഷേധം നടത്തുന്നത്. അവരുടെ മദ്യനയം ബാറെല്ലാം നിർത്തലാക്കുമെന്ന അടക്കമുള്ള ആ മദ്യനയം രൂപീകരിച്ചുകൊണ്ടാണ് ഈ ഇടതുപക്ഷ സർക്കാർ ആദ്യം അധികാരത്തിൽ വരുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് ഘട്ടം ഘട്ടമായി ഈ ബാറുകളെല്ലാം പിന്നീട് കൂടുതൽ ബാറുകൾക്ക് അനുമതി നൽകുന്നതാണ്. ഇപ്പോൾ വന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പോലും ബാർ അനുവദിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, നിലവിൽ വലിയ വലിയ വാർത്തകളും മദ്യവിരോധനത്തിനെതിരെയെല്ലാം നിൽക്കുന്ന LDF സർക്കാർ തന്നെയാണ് ഈ വെറും 18-15 വയസ്സുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളുടെ മുന്നിൽ വരെ ബാർ അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള അവരുടെ നടപടി വരുന്നത്. ABPയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസ്. അതെ, നിലവിൽ ABPയുടെ സംസ്ഥാന സെക്രട്ടറിയും മറ്റ് ABPയുടെ തിരുവനന്തപുരം ജില്ലാ നേതാക്കളും അറസ്റ്റിലാണ്. മറ്റ് പ്രവർത്തകർക്കും പരിക്കടക്കമുള്ള പറ്റിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ABPയുടെ നിലപാട്? ഇതിനെതിരെ ABP പ്രതിഷേധം ഉയർത്തുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ ബാറുകൾക്കും മദ്യത്തിനും വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുന്ന ഈ സർക്കാരിൻ്റെയും ഈ മേയറിൻ്റെയും നിലപാടിനെതിരെ ABP ശക്തമായി ഇനിയും പോരാടുക തന്നെ. വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമല്ല പ്രാധാന്യം, ബാറുകൾക്കാണെന്നൊരു സന്ദേശമല്ല ഇതിലൂടെ നഗരസഭയും സർക്കാരും കൊടുക്കുന്നത്. കുറച്ചധികം കാലങ്ങളായി LDF സർക്കാരും മേയർ അടക്കമുള്ള മുഴുവൻ ഈ സന്ദേശം തന്നെയാണ് കൊടുക്കുന്നത്. അവരെ സംബന്ധിച്ച് വിദ്യാഭ്യാസമോ വിദ്യാർത്ഥികളോ അല്ല പ്രധാനപ്പെട്ടത്, മറിച്ച് ഇത്തരം കോഴകൾ വാങ്ങുവാനും പൈസ മേടിക്കുവാനും വേണ്ടിയിട്ടുള്ള ബാറിൻ്റെ ഉടമസ്ഥന്മാരും മറ്റുമാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധമാണെന്ന് നഗരസഭയ്ക്ക് മുന്നിൽ നടന്നത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രവർത്തകരെ മർദ്ദിക്കുന്ന അടക്കമുള്ള നടപടിയും ഉണ്ടായി. ഏതായാലും ഈ വിഷയത്തിൽ ഇനിയും ശക്തമായ പ്രതിഷേധവുമായി ABP മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ABPയും അറിയിക്കുന്നത്. തീർച്ചയായും ഈ നഗരസഭയുടെ മൗനം കൂടി നമ്മളൊന്ന് സൂചിപ്പിക്കണം പ്രശാന്ത്. അതിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം ഇത്രയധികം പ്രതിഷേധം ഉയർന്നിട്ട് പോലും അത് ABP എന്ന സംഘടനയാകട്ടെ മാധ്യമങ്ങളാകട്ടെ അത് മാത്രമല്ലല്ലോ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചരിത്രം പേറുന്ന സ്കൂളാണ്, പുരാതന സ്കൂളാണ്. ഇതിൽ ഏറെ മുൻപ് പഠിച്ചിരുന്നവർക്ക് അഭിമാനമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ ഒരു സ്കൂൾ കൂടിയാണ് തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന SMV സ്കൂള്. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടി രംഗത്തെത്തിയിരുന്നു ഒരു തീരുമാനത്തിനെതിരെ. എന്നിട്ടും ഈ നഗരസഭ എന്തുകൊണ്ട് ഇപ്പോഴും ഇത് വിശദീകരിക്കാൻ തയ്യാറാവുന്നില്ല, മൗനം തുടരുന്നു? തീർച്ചയായും ഈ മൗനം തുടരുന്ന സാഹചര്യമാണ്. നഗരസഭ എന്തുകൊണ്ട് ഇതിന് അനുമതി നൽകിയില്ല എന്നതും അനുമതി നൽകിയത് എന്തുകൊണ്ടാണ് എന്നതിനൊരു ഉത്തരം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇതിലൊരു പ്രതിഷേധം എന്ന് പറയുന്നത് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം കുട്ടികളുടെ കുട്ടികളുടെ മാതാപിതാക്കളടക്കം പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും ഗവനിക്കാതെ ഇതിനെല്ലാം നിസ്സാരവൽക്കരിച്ചുകൊണ്ടൊരു നടപടിയിലേക്കായിരുന്നു, അല്ലെങ്കിൽ അനുമതി നൽകിക്കൊണ്ടാണ് പോയത്. പിന്നീട് പ്രതിഷേധം മാധ്യമങ്ങളുടെ ശ്രദ്ധയിലെത്തുകയും മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ വാർത്തയാക്കുകയും ജനം TV ഇത് വലിയ രീതിയിൽ വാർത്തയാക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് നിലവിലെ ഒരു നടപടി എന്ന നിലയിലേക്ക് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ഗേറ്റ് നിലവിൽ പുതിയതായിട്ട് സ്ഥാപിക്കുന്ന ഗേറ്റ് പൊളിച്ചു മാറ്റാനുള്ള തീരുമാനത്തിലെത്തിക്കുന്നത്. അതും എത്ര കണ്ട് ഈ ഒരു നിലവിലെ ഈ സമരങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളെയും ശമിപ്പിക്കാൻ വേണ്ടിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും സംശയം ABVP ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ശക്തമായ പ്രതിഷേധം ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ABPയും പറയുന്നത്. ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. നഗരസഭയുടെ ഗേറ്റിന് മുന്നിൽ, നഗരസഭാ കവാടത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. അതോടൊപ്പം പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് വീഴുന്ന സാഹചര്യമുണ്ടായി. 2 തവണ ജലപീരങ്കി ഉപയോഗിച്ചു പോലീസ്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധിച്ച പ്രവർത്തകർ നഗരസഭയുടെ ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ABVPയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പ്രതിഷേധം ഏകദേശം ഒരു അവസാനിച്ച രീതിയിലാണ്. ഇപ്പോൾ പ്രവർത്തകരെല്ലാവരും മടങ്ങി തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ്. ഈ ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാകും. വിദ്യാഭ്യാസത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു
ഒരു സമീപനം നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. മാത്രമല്ല വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ നമ്മുടെ സംസ്കാരത്തെ തന്നെ അവമാനിക്കുന്ന രീതിയിലേക്ക് ബാറുകൾക്കും ബാർ മുതലാളികൾക്കും കുത്തകകൾക്കും എല്ലാം അനുകൂല നിലപാടുകൾ പോലീസ് സ്വീകരിക്കുന്നു എന്നത് ഈ സർക്കാരും അതുപോലെ തന്നെ നഗരസഭയും സ്വീകരിക്കുന്നു എന്നത് ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധമുണ്ടായത്. ഈ നടപടിയിൽ നിന്ന് നഗരസഭ പിന്മാറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം സമീപനങ്ങളിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് ABVP പറയുന്നത്. വർണ്ണ നിയമപരമായ ദൂരപരിധി ഉറപ്പാക്കാൻ ഈ സ്കൂളിന്റെ പ്രധാന കവാടം അല്ലെങ്കിൽ ഗേറ്റ് പൊളിച്ചു നീക്കാനുള്ള നഗരസഭയുടെ നീക്കം അതാണ് ഒടുവിൽ പ്രതിഷേധ കാഴ്ചകളിലേക്കൊക്കെ എത്തിച്ചിരിക്കുന്നത്. ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും നഗരസഭയ്ക്കുണ്ട്. പക്ഷേ ഇപ്പോഴും മൗനം തുടരുന്ന നഗരസഭ, അതുകൊണ്ട് തന്നെ പ്രതിഷേധമുഖം ABVPയും തുടരുകയാണ്.